ഹ്യോക്ക കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഉള്ളിൽ ഒരു വിങ്ങലായിട്ട് കിടക്കുന്ന ആനിമെ. അത്രയ്ക്കും ഇമോഷണൽ ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ വല്ല ഡെത്തോ അങ്ങനെ എന്തെങ്കിലും മെമ്മറബിളായിട്ടുള്ള മൊമെൻ്റ് കൊണ്ടാണോ എന്ന് നിങ്ങൾ വിചാരിക്കും. അല്ല. പിന്നെ എന്തിനാണ് അത് തന്നെ ആലോചിച്ച് വിഷമിക്കുന്നത്? കാരണം ഇനി ഇതുപോലൊരു മാസ്റ്റർ പീസ് ഫ്രഷായിട്ട് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള തോന്നലാണ്. ഞാൻ കണ്ടതിൽ വെച്ച് തന്നെ ബെസ്റ്റ് സ്ലൈസ് ഓഫ് ലൈഫ് ആനിമയാണ് ഹ്യോക്ക. ഞാൻ വെറുതെ ഒരു സജഷനായിട്ട് എവിടെന്നോ കേട്ടപ്പോൾ കണ്ടു തുടങ്ങാൻ പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. ഇത് യൂട്യൂബിൽ മ്യൂസ് ഏഷ്യയിൽ ഇതിൻ്റെ ടോട്ടൽ എപ്പിസോഡ്സും ഉണ്ട്. സോ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് അങ്ങനെ വെക്കാം, പിന്നെ സമയം പോലെ കാണാൻ പറഞ്ഞിട്ട് തുടങ്ങിയെങ്കിലും ആദ്യത്തെ ദിവസം തന്നെ 12 എപ്പിസോഡിൻ്റെ അടുത്ത് ഞാൻ കണ്ടു തീർത്തു. ഇനി 22 23 എപ്പിസോഡേ ഉള്ളൂ ഇത്, OVA കൂടി ചേർത്തിട്ട്. സോ ഇത് പെട്ടെന്ന് തീരുമല്ലോ എന്നുള്ള പേടിയിൽ ഒരു ദിവസം 2 അല്ലെങ്കിൽ 1 അങ്ങനെ രീതിയിലായി പിന്നെ ഞാൻ കാണാൻ തുടങ്ങുന്നത്. സോ അത്രയ്ക്കും എൻ്റെ ഉള്ളിൽ ഇത് തീരുമല്ലോ എന്നുള്ളൊരു പേടി ഉണ്ടാക്കിപ്പിച്ച ഒരു ആനിമെ അതാണ് ഹ്യോക്ക. പല ലെജൻഡറി ആനിമകൾ പോലെ എപ്പിസോഡിൻ്റെ എണ്ണം കൊണ്ടോ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് കൊണ്ടല്ല ഹ്യോക്ക നമ്മളെ പിടിച്ചിരുത്തുന്നത്. ലൈറ്റ് ഹേർട്ടഡ് ആയിട്ടുള്ള മിസ്റ്ററിയും അതിനോടൊപ്പം ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങുമാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. എന്നാൽ ഉള്ളതിനെ നല്ല ടോപ്പ് നോച്ചായിട്ടാണ് ആനിമെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് ബിഞ്ച് വാച്ച് ചെയ്യുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ചെയ്യരുത്, അല്ലെങ്കിൽ എന്നെപ്പോലെ വിഷമിക്കേണ്ടി വരും. പരമാവധി കുറച്ച് ഒരു ദിവസം 1 2 കൂടി വന്ന 3 എപ്പിസോഡ് വെച്ച് കാണുക. 3 എപ്പിസോഡിൻ്റെ അടുത്തൊക്കെ അങ്ങനെ കാണുമ്പോൾ നമുക്ക് കൂടുതൽ കാണാൻ തോന്നും. പക്ഷേ അങ്ങനെ ചെയ്യരുത്, കാരണം ഇത് പെട്ടെന്ന് തീർന്നല്ലോ എന്നുള്ള തോന്നൽ മാത്രമേ അവസാനം നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ഹൈസ്കൂൾ ബേസ് ചെയ്തിട്ടുള്ള ആനിമയാണിത്. ഒറേക്കി ഹൊട്ടാറു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും അവൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള ചിദാന്ത, ഫുക്കുബെ, ഇബാറ എന്നുള്ളവരുമാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ്. ഇവരെ ചുറ്റിപ്പറ്റിയിട്ടാണ് കഥ നീങ്ങുന്നത്. ഇതിൽ ഒറേക്കി എന്ന് പറയുന്നത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആൻഡ് റിലേറ്റബിൾ ക്യാരക്ടറാണ്. ജീനിയസ് ആയിട്ടുള്ള ഡിറ്റക്റ്റീവ് സ്കിൽസ് ഉള്ള വളരെ ലേസി ആയിട്ടുള്ളൊരു മെയിൻ ക്യാരക്ടർ. അവൻ്റെ മോട്ടോ തന്നെ ഇഫ് ഐ ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ് ദെൻ ഐ വോണ്ട് ഡു ഇറ്റ്, ഇഫ് ഐ ഹാവ് ടു ഡു ഇറ്റ് ഐ വിൽ മേക്ക് ഇറ്റ് ക്വിക്ക്. എനർജി കൺസേർവ് ചെയ്ത് പീസ്ഫുള്ളായിട്ട് തൻ്റെ ഒരു ഗ്രേ ഷെയ്ഡഡ് ലൈഫ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ. ഇവിടെ തന്നെ ഈ ഒരു പ്രോട്ടഗണിസ്റ്റ് വ്യത്യസ്തനാവുകയാണ്. ഇവൻ ഒരുപാട് ഷൈയോ കവേർഡോ അല്ലെങ്കിൽ പെൺകുട്ടികളോട് സംസാരിക്കുന്നതെന്നും പേടിച്ചിട്ടല്ല അവൻ മാറി നിൽക്കുന്നത്. അവന് ആ ഒരു മടി അല്ലെങ്കിൽ അതിലെന്തിനാ എനിക്ക് ആവശ്യമില്ലാത്തത് ചെയ്യണമെന്നുള്ളൊരു തോന്നലാണ് ഇവൻ പല കോൺവെർസേഷനിലും പോയി പങ്കെടുക്കാത്തതും ഒരുപാട് ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാത്തതും. ഇത് തന്നെ വളരെയധികം റിലേറ്റബിൾ ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ജീനിയസ് ആയിട്ടുള്ളത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി അവൻ്റെ എല്ലാ സ്വഭാവവും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഹീസ് ലിറ്ററലി മീ. സോ അങ്ങനെയുള്ള അവൻ്റെ ജീവിതം മാറുന്നത് ക്ലാസിക് ക്ലബ്ബിൽ പേര് ചേർക്കുന്നതിലൂടെയാണ്. അവൻ്റെ ആകെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് ഫുക്കുബെയാണ്. അവൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അവൻ മാത്രമേ ഉള്ളൂ അവൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ. അവനെ എപ്പോഴും അവൻ്റെ കംഫർട്ട് സോണിൽ പുഷ് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും പലപ്പോഴും അതിന് പറ്റാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവൻ ഹൈസ്കൂളിൽ ചേർന്നതിന് ശേഷം അവൻ്റെ ചേച്ചി അവൻ്റെ അടുത്ത് ക്ലാസിക് ക്ലബ്ബിൽ ചേരാൻ വേണ്ടി പറയുകയാണ്. അത് നല്ല ഹിസ്റ്ററി ഉള്ളൊരു ക്ലബ്ബാണ്, പക്ഷേ അതിൽ ആളില്ലാത്ത കാരണം അത് അടച്ചു പൂട്ടാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അവൻ വേറെ നിവൃത്തിയില്ലാതെ അതിൽ പോയി ചേരുകയാണ്. ഇവിടെ നിന്നാണ് അവൻ്റെ ജീവിതം മാറി മറിയുന്നത്. അവിടെ വെച്ചിട്ടാണ് അവൻ ചിദാന്തയെ കാണുന്നത്. വളരെയധികം ഇവൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. വളരെ കളേർഡ് ആയിട്ടുള്ള ലൈഫ് ജീവിക്കുന്ന ഒരുപാട് ക്യൂരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. ഇവളുടെ ഈ ക്യൂരിയോസിറ്റിയാണ് പലപ്പോഴും ഒറേക്കിയെ അവൻ്റെ കംഫോർട്ട് സോണിൽ നിന്നും വെളിയിൽ കൊണ്ടുവന്ന് പല പല മിസ്റ്ററീസും സോൾവ് ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഈ ഫുക്കുബെ, അതേപോലെ ചിദാന്ത, പിന്നെ ഇബാറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറും കൂടി വരുന്നുണ്ട്. ഈ ഇബാറ എന്ന് പറയുന്നത് ഫുക്കുബേനെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. സോ ഈ 4 പേരും കൂടി ചേർന്നിട്ടാണ് ഈ ക്ലാസിക് ക്ലബ്ബിൽ വരുന്നതും ഇവരാണ് ഈ സ്കൂളിൽ നടക്കുന്ന ചെറിയ ചെറിയ മിസ്റ്ററികളെ സോൾവ് ചെയ്യുന്നതും. സോ ഇവർ ഈ സോൾവ് ചെയ്യുന്ന ഓരോ മിസ്റ്ററീസും ഇൻട്രസ്റ്റിംഗ് ആണ്. അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വളരെ വലിയ ക്രൈംസ് ഒന്നും അല്ലെങ്കിലും ചെറിയ ചെറിയ നോർമലായിട്ടുള്ള മിസ്റ്ററീസിൽ നല്ല ഇമോഷണൽ കണക്റ്റ് കൊണ്ടുവരാൻ ആനിമയ്ക്കും സാധിക്കുന്നുണ്ട്. സോ അങ്ങനെ ആ ഒരു ഇമോഷണൽ കണക്റ്റ് കൊണ്ട് തന്നെ നമ്മളും ഇതിലെ ക്യാരക്ടേഴ്സും ഇവോൾവ് ആവുന്നുണ്ട്. പൊറേക്ക് ഫസ്റ്റ് മിസ്റ്ററി സോൾവ് ചെയ്യുന്ന അതേ ലാഘവത്തിലല്ല ലാസ്റ്റ് മിസ്റ്ററി ആകുമ്പോൾ സോൾവ് ചെയ്യുന്നത്. അവൻ കുറച്ച് ഇൻട്രസ്റ്റ് അതിൽ എടുക്കുന്നുണ്ട്. സോ അവൻ്റെ ക്യാരക്ടർ ചേഞ്ച് ആവുന്നതിലും അതേപോലെ തന്നെ പല ക്യാരക്ടേഴ്സിൻ്റെയും ഡെപ്ത്ത് നമ്മൾ മനസ്സിലാക്കുന്നതിലും ഈ ഓരോ മിസ്റ്ററിയും സഹായിക്കുന്നുണ്ട്. ഈ കോംപ്ലക്സ് ആയിട്ടുള്ള കഥ അവതരിപ്പിക്കാൻ ഗുഡ് റൈറ്റിങ്ങും മേക്കിങ്ങും ആവശ്യമാണ്. എന്നാൽ
ഇതുപോലെ ചെറിയ ചെറിയ സട്ടിലായിട്ടുള്ള കാര്യങ്ങളെ മികച്ച രീതിയിൽ എൻഗേജിംഗ് ആയിട്ട് അവതരിപ്പിക്കാൻ മാസ്റ്റർ പീസ് ലെവൽ റൈറ്റിങ്ങും മേക്കിങ്ങും വേണം. അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ആനിമയാണ് ഹ്യോക്ക. ഇതിൻ്റെ അനിമേഷൻ ക്വാളിറ്റി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ വിഷ്വൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് അത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക ലൈറ്റിങ്ങും, ഒരുപാട് കോൺട്രാസ്റ്റ് ആക്കാത്ത ലൈറ്റിങ്, അതേപോലെ തന്നെ ഒരു ഈവനിങ് ഷോട്ട്, ആ ഒരു സ്പ്രിങ് സമയത്ത് വരുന്ന ആ ഒരു ഷോട്ടുകൾ, ആ ഒരു റോസ് കളർ ബാക്ക്ഗ്രൗണ്ട്, അതേപോലെ തന്നെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ്. ഇപ്പോൾ ഒറേഗി എണീച്ച് വരുമ്പോൾ അവൻ്റെ മുടി അലങ്കോലമായി കിടക്കണത്, ഇതൊന്നും പല ആനിമകളും ശ്രദ്ധിക്കാറ് പോലും ഇല്ല. അതേപോലെ തന്നെ ആ ഒരു കണ്ണിൽ കാണുന്ന റിഫ്ലക്ഷൻ. ഇപ്പോൾ ഒറേഗി ഫസ്റ്റ് ചിതാന്തയെ കാണുന്ന സമയത്ത് അവർ രണ്ടാളുടെയും റിഫ്ലക്ഷൻ അവരുടെ കണ്ണിൽ കാണുന്ന രീതി, ഇതെല്ലാം എന്താ പറയുക വളരെ സട്ടിലായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇത് ആ ഒരു ആനിമേനെ കുറച്ചും കൂടി ലൈവ് ആക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ആനിമെ ആ ഒരു വേൾഡിൽ നമ്മൾ ജീവിക്കുന്ന പോലെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാക്കാൻ ആനിമേഷനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡയറക്ഷൻ, ആർട്ട് വർക്ക്, റൈറ്റിങ്, മേക്കിങ്, അങ്ങനെ എല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുപോയൊരു ആനിമെ കൂടിയാണ് ഹ്യോക്കെ. ഇതിലെ മിസ്റ്ററി പലർക്കും വർക്കാവണമെന്നില്ല, എന്നാലും അവരത് സോൾവ് ചെയ്യുന്ന രീതി, ഓരോ ഡീറ്റെയിലിങ്, ക്യാരക്ടർ ഇൻട്രാക്ഷൻ, ഇതെല്ലാം എല്ലാവരെയും ഹുക്ക് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓരോ മിസ്റ്ററിയും സട്ടിലും മീനിങ് ഫുള്ളുമാണ്. ലൈറ്റ് നോവലിനെ അഡാപ്റ്റ് ചെയ്തിട്ടാണ് ഈ ആനിമെ ഇറങ്ങിയത്. 2012 ഈ ആനിമെ ഇറങ്ങിയതും അവസാനിച്ചതും. 4 വോള്യൂമിൻ്റെ അടുത്ത് ഇത് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സോഴ്സ് മെറ്റീരിയലിൻ്റെ കുറവും പിന്നെ ക്യോട്ടോ സ്റ്റുഡിയോയിൽ നടന്ന ഒരു അപകടവും കാരണമാണ് ഇത് സെക്കൻഡ് സീസൺ ഉണ്ടാവാത്തതും ഇനി ഇത് ഉണ്ടാവുമെന്നും തോന്നിയില്ല. കാരണം ആ ഒരു ആനിമെ എൻഡിങ് അത്യാവശ്യം ഒരു പെർഫെക്റ്റ് എൻഡിങ് പോലെയാണ് അവർ കൊണ്ടുവച്ചത്. സോ ഒരു സെക്കൻഡ് സീസൺ അവർ പ്ലാൻ ചെയ്തില്ല എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ആനിമെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇതിനെക്കുറിച്ച് കുറച്ച് സംസാരിച്ച് എൻ്റെ മൈൻഡിൽ നിന്ന് ഇത് കളയുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു ആനിമെ കണ്ടതിന് ശേഷം എനിക്ക് വേറൊരു ആനിമയും എന്താ പറയുക കാണണമെന്നൊരു തോന്നലില്ലാണ്ടാവുകയാണ്. ഒരുമാതിരി ബേൺ ഔട്ടായ പോലെയാണ്. സോ ഇതിനെക്കുറിച്ച് ഇങ്ങനെ കുറച്ച് സംസാരിച്ചൊരു വീഡിയോ ആയിട്ട് ഇറക്കുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക ഒരു നല്ലൊരു ഫീലിംഗ് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത്. ഇത് യൂട്യൂബിൽ തന്നെ അതിൻ്റെ 23 എപ്പിസോഡിൻ്റെ അടുത്തുണ്ട്. സോ കാണാത്തവർ എന്തായാലും കാണുക. വേർത്തായിട്ടുള്ളൊരു എന്താ പറയുക ആനിമയാണ്. നിങ്ങളൊരിക്കലും കണ്ടതിൽ വിഷമം തോന്നിക്കാത്ത, വേഗം കണ്ടു തീർത്ത വിഷമിക്കുന്ന ഒരു ബെസ്റ്റ് സ്ലൈസ് ഓഫ് ലൈഫ് ആനിമെ, അതാണ് ഹ്യോക്ക. സോ അതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയണം വിചാരിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.